നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ശക്തമായ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. എംഎൽഎയും തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ തപസ് റോയിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുറത്തു വന്നിരിക്കുന്നത്. എംഎൽഎ സ്ഥാനം രാജിവെച്ച അദ്ദേഹം അടുത്ത ദിവസം തന്നെ ബിജെപിയിലേക്ക് ചേരുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വളരെ ശക്തമാണ്. സന്ദേശ് ഖാലി വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വം എടുത്ത നിലപാടിനെതിരെ ശക്തമായ വിമർശനം കൂടി റോയ് ഉന്നയിക്കുന്നുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജി ഉണ്ടായത്. സന്ദേശ് ഖാലി വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് അദ്ദേഹം പാർട്ടി വിട്ടത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത അണികൾ പോലും പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് വിട്ട വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് തപസ് റോയ് തന്നെയായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ താൻ നിരാശനാണ് എന്നും പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ തനിക്ക് മനം മടുത്തുവെന്നും സന്ദേശ് ഖാലി വിഷയത്തെ ഇങ്ങനെ ആയിരുന്നില്ല തൃണമൂൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഒടുവിലാണ് ഈ രാജി സംഭവിച്ചിരിക്കുന്നത്. തപസ് റോയ് രാജിവെക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് രാവിലെ TMC നേതാവ് കുനാൽ ഘോഷ് റായെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അനുനയ നീക്കങ്ങളും വിജയിച്ചില്ല. ഈ തൃണമൂൽ കോൺഗ്രസിലെ തന്നെ അതിശക്തനായ ഒരു മുതിർന്ന നേതാവായ MLA കൂടിയാണ് തപസ് റോയ് എന്ന് പറയുന്നത്. തീർച്ചയായും അദ്ദേഹം BJP പാളയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ശക്തമായ സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും തപസ് റോയ്ക്ക് പിന്നാലെ മറ്റു നിരവധി MLA മാരും തൃണമൂൽ കോൺഗ്രസിന്റെ പടി ഇറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ എന്തായാലും പ്രാദേശിക മാധ്യമങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് തപസ് റോയ് ഉടൻ തന്നെ BJPയിൽ അംഗത്വം എടുക്കുമെന്ന്. എന്തായാലും തുടർച്ചയായുള്ള തിരിച്ചടികളിൽ ഇപ്പോൾ പകച്ചിരിക്കുകയാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. ന്യൂസ് ഡെസ്ക് ZT മലയാളം.